ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ഫാസ്റ്റ് ആണ്, വർക്ക്സ് ക്വിക്ലി ഇൻ ദ ബ്രൗസർ. നമ്മുടെ ബ്രൗസറിനകത്ത് പെട്ടെന്ന് വർക്ക് ചെയ്യുന്നു. അത് കാരണം ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആണ്. പിന്നെ ഇന്ററാക്റ്റീവ് ആണ്. ഇന്ററാക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിനെ അനിമേഷൻസും പോപ്പപ്സ് ഒക്കെ വെച്ചിട്ട് ലൈവ്ലി ആക്കി മാറ്റുന്നു. അത് കാരണമാണ് നമ്മളുടെ വെബ്സൈറ്റിനെ ലൈവ്ലി ആക്കി മാറ്റുന്നു. അതിനെയാണ് നമ്മൾ ഇന്ററാക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലെക്സിബിൾ ആണ്. ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് വെബ്സൈറ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക്. വെബ്സൈറ്റിന്റെ ഫ്രണ്ട് എൻഡിനും ബാക്ക് എൻഡിനും നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് കാരണം അത് ഫ്ലെക്സിബിൾ ആണ്. പിന്നെ കുറെ ടൂൾസുകൾ ഉണ്ട്. മെനി ടൂൾസ് എന്ന് വെച്ചാൽ ലോട്ട്സ് ഓഫ് റെഡിമെയ്ഡ് കോഡ് ആൻഡ് ലൈബ്രറീസ്. കുറെ റെഡിമെയ്ഡ് ഓൾറെഡി തന്നെ മെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്ന ലൈബ്രറീസ്, കോഡും ലൈബ്രറീസ് ഒക്കെ ഉണ്ട്. അത് കാരണം കുറെ ടൂൾസുകൾ ഉണ്ട്. അത് കാരണം അതൊരു ജാവാസ്ക്രിപ്റ്റിന്റെ അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ഹെൽപ്പ് അവൈലബിൾ, ബിഗ് കമ്മ്യൂണിറ്റി. അതായത് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനായിട്ട് വലിയ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. ഹെൽപ്പ് അവൈലബിൾ ആണ്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി റിസ്ക്. സെക്യൂരിറ്റി റിസ്ക് എന്ന് വെച്ചാൽ ഹാക്കേഴ്സ് ക്യാൻ സീ ദ കോഡ്. കോഡിനെ ഹാക്കേഴ്സിന് കാണാനായിട്ട് പറ്റും. അത് കാരണം സെക്യൂരിറ്റി റിസ്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നോട്ട് ഓൾവേസ് സെയിം, വർക്ക്സ് എ ബിറ്റ് ഡിഫറെന്റ്ലി ഇൻ ഡിഫറെന്റ് ബ്രൗസേഴ്സ്. അതായത് ഡിഫറെന്റ് ബ്രൗസേഴ്സിനകത്ത് ഡിഫറെന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്നു ജാവാസ്ക്രിപ്റ്റ്. അത് കാരണം എപ്പോഴും സെയിം അല്ല, നോട്ട് ഓൾവേസ് സെയിം ആയിട്ട് വർക്ക് ചെയ്യില്ല ജാവാസ്ക്രിപ്റ്റ്. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സ്ലോ ഫോർ ബിഗ് ജോബ്സ്, അതായത് നോട്ട് ഗ്രേറ്റ് ഫോർ വലിയ കാൽക്കുലേഷൻസ്, ഹെവി കാൽക്കുലേഷൻസിനൊന്നും അത്ര ഗ്രേറ്റ് അല്ല, അല്ലെങ്കിൽ സ്ലോ ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈസി ടു മേക്ക് മിസ്റ്റേക്സ്, അതായത് മിസ്റ്റേക്ക് ഉണ്ടാവാനായിട്ട് എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ മിസ്റ്റേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലൂസ് റൂൾസ് ക്യാൻ കോസ് ബഗ്സ്. ലൂസ് റൂൾസ് ആയത് കാരണം ബഗ്സ് എന്ന് വെച്ച് എറർ കോസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഇഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ സിസ്റ്റം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനോ അല്ലെങ്കിൽ സിസ്റ്റത്തിനോ ലൂസ് റൂൾസ് ആണെങ്കിൽ നമ്മുടെ കോഡിനെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ്, റോങ് കോഡ് നമ്മൾ നോട്ടീസ് ചെയ്യാതെ തന്നെ റോങ് കോഡ് എഴുതാനായിട്ട് സാധ്യതയുണ്ട്. കാരണം സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്യുന്നില്ല, അപ്പൊ എറർ വരില്ല. സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്യുന്നില്ല, അപ്പൊ എറർ വരില്ല. അപ്പൊ ലൂസ് റൂൾസ് ഉണ്ടെങ്കിൽ ബഗ്സ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി ജാവാസ്ക്രിപ്റ്റ് ടേൺഡ് ഓൺ, അതായത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എപ്പോഴും ഓൺ ആക്കി വെക്കണം. വോണ്ട് വർക്ക് ഇഫ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ ഡിസേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യില്ല. അതാണ് അതിന്റെ വേറെ ഒരു ഡിസഡ്വാൻറ്റേജ്.